കളം പിടിക്കാൻ എം സ്വരാജ് കൂടി നിലമ്പൂരെത്തിയതോടെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കും ചൂടുപിടിച്ചിരിക്കുകയാണ്. നിലമ്പൂരിലെത്തിയ സ്വരാജിന് വൻ വരവേൽപ്പാണ്. റെയിൽവേ സ്റ്റേഷനിൽ വൻ ജനാവലിയാണ് സ്വീകരണം നൽകാനെത്തിയത്. ഹാരമണിയിച്ചും പുഷ്പവൃഷ്ടി നടത്തിയും വിപ്ലവ മുദ്രാവാക്യങ്ങൾ വിളിച്ചുമാണ് പ്രവർത്തകർ സ്വരാജിനെ വരവേറ്റത്. കാണാമാ ദൃശ്യം. നിലമ്പൂരിൽ വിജയം നേടുമെന്നും അൻവറിന്റെ വിഷയം UDFന്റെ പ്രശ്നമാണെന്നും അതിൽ അഭിപ്രായം പറയേണ്ടതില്ലെന്നും സ്വരാജ് പറഞ്ഞു. ഞങ്ങളുടെ പ്രശ്നമേ അല്ല, അത് അവരുടെ പ്രശ്നമാണ്. അവരതിന് തീരുമാനം ഉണ്ടാക്കട്ടെ. ഞാൻ ആ പ്രശ്നത്തിലേക്ക് ഇടപെടാനും പോകുന്നില്ല. അവരുടെ ഒരു പ്രശ്നം, ആ പ്രശ്നം മൂർച്ഛിക്കണം എന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവർ പരിഹരിക്കട്ടെ, അത് അവരുടെ കാര്യം. മുബഷിർ പി അക്ബർ നമുക്കൊപ്പമുണ്ട്. മുബഷിർ പി അക്ബർ, സാധാരണ വലിയ കൊട്ടിക്കലാശത്തിനൊക്കെ കാണുന്ന രീതിയിലുള്ള വലിയ സ്വീകരണമാണ് ഇന്നിപ്പോൾ എം സ്വരാജിന് നൽകിയത്. അക്ഷരാർത്ഥത്തിൽ 2016-ലും 2021-ലും ഒക്കെ PV അൻവറിനെ സ്വീകരിച്ചു കൊണ്ടുവരുന്നത് പോലെയുള്ള വലിയ രീതിയിലുള്ള വലിയ സ്വീകരണമാണ് നൽകിയത്. നൽകുന്ന സന്ദേശം എന്താണ്? ഡോക്ടർ കുമാർ, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ നിലമ്പൂരിലെത്തിയ LDF സ്ഥാനാർത്ഥിയായുള്ള എം സ്വരാജിന് വൻ വരവേൽപ്പ് തന്നെയാണ് ഇന്ന് ലഭിച്ചത്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ സ്വരാജിന് ആയിരങ്ങളാണ് വരവേറ്റത്. പോരാളി എന്ന രീതിയിലുള്ള വിപ്ലവ മുദ്രാവാക്യങ്ങൾ വാനിലുയർത്തിയായിരുന്നു നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി സ്വരാജെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തുന്നത്. ജനങ്ങൾ തന്നെ ഹൃദയത്തിലേറ്റുന്നതിൽ വലിയ നന്ദിയുണ്ട് എന്നുള്ളതായിരുന്നു സ്വരാജിൻ്റെ പ്രതികരണം. നിറങ്ങൾ കൂടിയുള്ള വലിയ ഒരു മികച്ച വിജയം നേടാൻ നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന് സാധിക്കും. നിലമ്പൂരിൽ മാത്രമല്ല, സംസ്ഥാന ഒട്ടാകെ നടപ്പിലാക്കിയിട്ടുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. അത് മുതൽക്കൂട്ടാകുമെന്ന് തന്നെയാണ് ഇടതു ക്യാമ്പിൻ്റെ വിലയിരുത്തൽ. 19 വർഷത്തിന് ശേഷം നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ കിഴക്കനേറനാട്ടിൽ പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടിയ ആവേശത്തിൽ കൂടിയായിരുന്നു ഇന്ന് പ്രവർത്തകരുണ്ടായിരുന്നത്. ആ ഒരു ആവേശം വൈകിട്ട് LDF സംഘടിപ്പിച്ച റോഡ് ഷോയിലും കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വിവിധയിടങ്ങൾ, എടക്കര, അതുപോലെ തന്നെ മരുത, പൂക്കോട്ടുംപാടം, കരുളായി ഉൾപ്പെടെയുള്ള മേഖലകളിലൂടെയായിരുന്നു റോഡ് ഷോ കടന്നുപോയിരുന്നത്. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഈ റോഡ് ഷോയിലുടനീളം അണിചേർന്നത്. LDFനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ തന്നെയാണ് അവർ വെച്ചു പുലർത്തുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ഈ നിലമ്പൂരുകാരനും കൂടിയായിട്ടുള്ള സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയം നേടാൻ സാധിക്കുമെന്ന് തന്നെയാണ് LDF ക്യാമ്പ് ഈ ഒരു ഘട്ടത്തിൽ പ്രകടമാക്കുന്നത്. മണ്ഡലത്തിലുടനീളം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ, മലയോര ഹൈവേ പോലെയുള്ള സ്കൂളുകളുടെ നവീകരണം പോലെയുള്ള വികസന പ്രവർത്തനങ്ങൾ വലിയ പ്രതീക്ഷ ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ ആത്മവിശ്വാസം അത് LDF ക്യാമ്പിന് നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം. എന്തായാലും വരും ദിവസമായിരിക്കും സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. അരുൺകുമാർ. താങ്ക് യു. മുബഷിർ പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത്.